ഗൈസ്, ഞങ്ങൾ ഇന്ന് പൂതത്താങ്കട്ടിലും പിന്നെ പൂതത്താങ്കട്ടിലുള്ള പാർക്കും പിന്നെ അവിടെയായിട്ട് ഇങ്ങനെ കുറെ കാടിലുണ്ട്. കാട്ടിൻ്റെ ഗുഹയും ഉണ്ട്. കാട്ടിൻ്റെ ഉള്ളിൽ ഗുഹയുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടില് കുറച്ച് ആൾക്കാരില്ല വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോവാം. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പൂത്താങ്കട്ടെത്തി. ഞങ്ങൾ പോയി കുറെ സ്ഥലത്ത് ഇറങ്ങാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ഗുഹ, കാട്ടിലൊരു ഗുഹ ഉള്ളത്? അത് ഇവിടെ കിട്ടും. ഇതാട്ടോ നമ്മളുടെ ഇവിടുത്തെ റേഞ്ച് ഓഫീസ്. വനത്തിൽ നമ്മൾ ഇത് ഭൂതത്താന്മാർ കിട്ടിയെന്നൊരു ഐതിഹ്യ കഥകളും കാര്യങ്ങളുമാണ്. അത് ആ കഥ പറയുന്നത് ഞാൻ അവിടെ തന്നെ പറയുള്ളൂ. അതിനെപ്പോഴായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, പറയുന്നത് എനിക്കും മനസ്സിലാകില്ല കേട്ടോ. വള്ളി കാണുന്ന മരമുള്ളൂ, ഈ ബോർഡിരിക്കുന്ന മരം, അതിൻ്റെ തുരി കല്ലുകൊണ്ട് കാട്ടിൽ നിന്ന് അരയ്ക്കാനൊന്നും സൗകര്യം ഉണ്ടാവില്ല. ഒരു ശക്കരം തുരി അടിച്ച് അവച്ച നീര് കഴിക്കുക. 10 മിനിറ്റ് കഴിക്കുമ്പോൾ കടിക്കുന്ന നീരം കുറയും. കടിക്കുന്ന പാമ്പിൻ്റെ പേര് ചുരുട്ട, മരുന്നിൻ്റെ പേര് മണക്കാൻ, പാമ്പിൻ്റെ പേര് ചുരുട്ട. പട്ടാളിട്ട ചേട്ടൻ പറയാം, ഇവിടെ കുറെ ഔഷധം ഇങ്ങനെയില്ല, മരത്തിൽ വരെ ഔഷധം ഉണ്ടെന്ന് ഞാൻ പറയാം. പാമ്പെല്ലാം കടിച്ച അതിൻ്റെ അങ്ങനെ കുറെ ഉണ്ട്. ഞങ്ങൾ അവിടെ വന്നപ്പോൾ കുറെ ചുമ്മാ അടിച്ചു. വളരെയധികം വലിയൊരു മരമാണിത്. എനിക്ക് മരം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു. മരം എന്താ പാമ്പിന് തുളയാന്ന് തോന്നുന്നു, നോക്കാം. അവിടെയായിട്ട് ഒരു മലയെണ്ണം എവിടെ വെച്ച് കണ്ടൂലോ? നീ എന്നെ കണ്ടായിരുന്നോ? നല്ല ഫ്രഷ് വാട്ടറാണെന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം കുടിക്കണ്ട്. അപ്പൊ നമുക്ക് കുടിക്കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല. കാലി നനയ്ക്കണ്ട. മണ്ണ് ഇളകാണ്ട് എടുക്കണം കേട്ടോ. കൂടി കയറി എങ്ങനെയെങ്കിലും കയറി പോവാല്ലോ. ഇതല്ലേ ഒരു രസം. ഞാനിപ്പോ ഒന്നോട്ട് ചാടിയ നമ്മളെല്ലാം നടക്കുന്ന സ്ഥലത്ത് നല്ല നടക്കുകയാണ്. ആ ഗുഹ, ആ പാറക്കെട്ട് പോലത്തെ ആ സ്ഥലം കണ്ടോ? അവിടെയാണ് നമ്മൾ ഇവിടെ എല്ലാവരും സ്ഥലം. അവിടെ ആൾക്കാർ വലിഞ്ഞു കയറി നമ്മൾ അമ്മത് കയറും. ഇതിൻ്റെ ഉള്ളിൽ കളിച്ചത് വീഡിയോ
താഴേക്ക് ആൾക്കാർ വരുന്നുണ്ട്. കയറി നമ്മൾ അവശ്യതയായിട്ട് ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. തളർന്നു കുത്തിയിരിക്കുക എല്ലാവർക്കും. നമ്മളെ മെയിനായിട്ടൊരു സ്ഥലത്താണ് പൂത്താൻ കെട്ടിയ ഒരു കെട്ട്. പുഴ പുഴ പരമശിവനും പാർവതിയായിട്ട് കൈലാസത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ചെറിയ സൗന്ദര്യപ്പഴക്കുണ്ടായി. വഴക്കമോത്ത ശിവൻ കൈലാസം ഉപേക്ഷിക്കുന്നു. അവിടെ നിറഞ്ഞിരിക്കുന്നു. എങ്ങനെയാ ദൈവങ്ങൾ പോകുന്നത്? ഇന്നവക്കാരിലാണോ, ട്രെയിനാണോ? അപ്രതീക്ഷമാകുന്നു, പ്രത്യക്ഷമാകുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്ന് കോതമംഗലത്തിന് സമീപം തൃക്കാരൊരു സ്ഥലമുണ്ട്. ഇതാണ് പഴയ പൂത്താൻ കെട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.